സിംഗപ്പൂർ ക്രൂസിലേക്ക്, അതായത് റോയൽ കരീബിയൻ ക്രൂസിലേക്കുള്ള യാത്രയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഫിലിപ്പൈൻസിലാണ്. ഫിലിപ്പൈൻസിൻ്റെ എയർപോർട്ടാണത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫിലിപ്പൈൻ എയർലൈൻസിൽ തന്നെ നേരെ സിംഗപ്പൂരിലേക്കാണ് പോകുന്നത്. ഫിലിപ്പൈൻസ് എയർപോർട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള എയർപോർട്ട് തന്നെയാണ്. ഇവിടെയായിരുന്നു ഞാൻ എത്തിയിരുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റിലെ ഇരിപ്പിടം, സീറ്റ്. ഇങ്ങനെ നമ്മൾ സിംഗപ്പൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിംഗപ്പൂർ എയർപോർട്ടിലേക്കുള്ള പാത. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എത്തുന്നത്, സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു ബൃഹത്തായൊരു വലിയ എയർപോർട്ടാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകാനും എല്ലാം ഇവിടെ എത്തിച്ചേരുന്ന ഒരു എയർപോർട്ടാണ് ഇവിടെ. നമ്മളങ്ങനെ റോയൽ കരീബിയൻ ക്രൂസിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയുള്ള നടപ്പാതയിലാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണാം എയർപോർട്ടിൻ്റെ വലുപ്പം കാര്യങ്ങളെല്ലാം. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് ഒരു ക്യാബ് വിളിച്ചിട്ടാണ് നേരെ പോകുന്നത് റോയൽ കരീബിയൻ ക്രൂസിലേക്ക്. ഇതാ നമ്മളങ്ങനെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് എയർപോർട്ടിൻ്റെ പുറംഭാഗമാണ്. ഇങ്ങനെ നമ്മൾ താഴെ പോയിട്ടാണ് ക്യാബ് എടുക്കേണ്ടത്. അതായത് ഓരോ ക്യാബിനും ഓരോ സ്ഥലമാണ്. അങ്ങനെ നമ്മളവിടെ ക്യാബ് വിളിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ, ക്യാബിൻ്റെ ഉള്ളിലിരുന്ന് നമ്മളങ്ങനെ സിംഗപ്പൂർ കാഴ്ചകളിലൂടെ പോവുകയാണ്. ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ രാജ്യമാണെങ്കിലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വളരെ പച്ചപ്പും കൂടി അവർ വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് മരങ്ങൾക്കുമെല്ലാം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുമാണ് ആ രാജ്യം മുന്നോട്ട് വളരുന്നത്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതൊക്കെ തന്നെയാണ്. ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള മരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞ് അവിടെ പുതിയ പുതിയ ബിൽഡിംഗ് കെട്ടുന്നതിന് പകരം ഒരു സ്ഥലം മുഴുവൻ ബിൽഡിംഗ് ആണെങ്കിൽ വേറൊരു സ്ഥലം മുഴുവൻ പച്ചപ്പായിട്ട് ജനങ്ങൾക്ക് അവർക്ക് ശുദ്ധവായു എല്ലാം കിട്ടാവുന്ന രീതിയിൽ മരങ്ങളും മറ്റെല്ലാം വളർത്തി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ്. നമ്മുടെ യാത്ര ഇപ്പോഴും ഈ പാതയിലൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോയൽ കരീബിയൻ ക്രൂസിൻ്റെ ഒരു യാത്രയിലേക്ക് ഒരാഴ്ചത്തെ നീണ്ട യാത്രയാണ് അവിടെ. അതിനുശേഷം സിംഗപ്പൂർ ലാൻഡ് പാക്കേജസിലേക്കും നമ്മൾ വരുന്നുണ്ട്. സിംഗപ്പൂരിൻ്റെ പല കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. റോയൽ കരീബിയൻ ക്രൂസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, അതായത് ഒരു വലിയ ക്രൂസ് തന്നെയാണ്. നമ്മളതിൽ ഒരാഴ്ചത്തെ യാത്രയാണ് നടത്താൻ പോകുന്നത്. അത് യാത്ര ചെയ്യുന്നത് മലേഷ്യ, തായ്ലൻഡ് 2 സ്ഥലങ്ങളിലാണ് ടച്ച് ചെയ്ത് തിരിച്ച് സിംഗപ്പൂരിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് മലേഷ്യയിലെ പെനാങ്ങും തായ്ലൻഡിലെ ഫുക്കറ്റും ടച്ച് ചെയ്ത് അവിടെ വേണ്ടവർക്ക് അവിടെ ഇറങ്ങാം. ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളിൽ പോകാം. അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. നമ്മളങ്ങനെ റോയൽ കരീബിയൻ ക്രൂസിൻ്റെ അടുത്തേക്ക് എത്താനായിരിക്കുന്നു. ഇത് ദൂരെ നോക്കിയാൽ കാണാം. ഇടതുഭാഗത്ത് കാണുന്നതാണ് ക്രൂസ്. പത്ത് 15 നിലയുള്ള ക്രൂസാണത്. അങ്ങനെ നമ്മൾ ആദ്യം ചെക്ക് ഇൻ ചെയ്യണം. ആ ചെക്കിങ്ങിൻ്റെ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ വണ്ടി എത്തിച്ചേരുന്നത്.
ഇങ്ങനെ നമ്മൾ റോയൽ കരീബിയൻ ക്രൂസിൻ്റെ ചെക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന ക്യാബ് പറഞ്ഞു വിട്ടു. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇതിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു ആഘോഷ കപ്പൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കപ്പലാണ് റോയൽ കരീബിയൻ ക്രൂസ്. നമ്മുടെ ഇക്കൊല്ലത്തെ അവസാനത്തെ ദിവസവും പുതിയ വർഷത്തിൻ്റെ പുതു ദിവസവും നമ്മൾ അധികവും ഈ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എല്ലാവരും ഇതിലൂടെ വരുന്ന മിക്ക ആൾക്കാരും ഈ കപ്പലിൽ കയറുന്നത് തന്നെ ഒരു പുതുവർഷം ആഘോഷിക്കാനും അതിൻ്റെ ഒരു രസം പങ്കുവയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ കപ്പലിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ വഴിയിലൂടെയാണ്. നമ്മൾ നേരത്തെ കണ്ട എയർപോർട്ടിൻ്റെ പാത പോലെ തന്നെയാണ് ഇവിടെയും. പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സായ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും, അത്ര തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് കപ്പലിൻ്റെ ഉൾഭാഗമാണ്. വളരെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് കപ്പൽ. ജനങ്ങളെല്ലാം ഓരോരുത്തരായി വന്നു തുടങ്ങുന്നു. ക്രിസ്മസ് രാവ് ഇപ്പോഴും ഇവിടെ കഴിയാതെ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷത്തിനും ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിനും വേണ്ടി ക്രിസ്മസ് ട്രീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ജനങ്ങളെ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരെയും വരവേൽക്കാനായിട്ടുള്ള ഒരു നിൽപ്പാണത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കപ്പലിൻ്റെ 2ാം നിലയിലാണ്. ഇതിൻ്റെ മുകളിൽ പോയി നമ്മൾ 15ാമത്തെ നില വരെ നമുക്ക് പോകാൻ പറ്റും. താഴെയെല്ലാം കാണുന്നത് ഈ കപ്പലിൻ്റെ ഉള്ളിലെ ഷോപ്പുകളാണ്. കപ്പലിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് കപ്പലിൻ്റെ ഉള്ളിൽ അവർ ഓരോ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം നടത്തി ആൾക്കാർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനത്തെ സൂവനീർ ഷോപ്സ് ആണ്. ഇത് കപ്പലിൻ്റെ ഒരു ഭാഗത്തെ ഒരു ബാറാണ്. നമ്മൾ അതിലൂടെയാണ് പോകുന്നത്. എൻ്റെ ബാഗ് ചെക്കിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് റൂമിലേക്ക് എത്തും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഉണ്ട് എൻ്റെ മനസ്സിൽ. റൂമിലേക്ക് എത്തും വേണം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ആംഫി തിയേറ്റർ. ഇപ്പോൾ അതോടെ ഒന്നും കാണിക്കുന്നില്ല, അതായത് അവിടെ വേറെ കളികളോ കാര്യങ്ങളോ ഒന്നുമില്ല ആംഫി തിയേറ്ററിൻ്റെ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഫുഡ് കോർട്ട്, അതായത് ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കഴിച്ച് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് കോർട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ കപ്പലിൽ തന്നെ പലതരം ഫുഡ് കോർട്ട്സ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലെ റൂമുകൾക്കനുസരിച്ച്, അതായത് ചെറിയ റൂം മുതൽ ഏറ്റവും വലിയ സൂട്ട് വരെയുണ്ട്. സൂട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് തന്നെ സെപ്പറേറ്റ് ഈ ഒരു റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെ അവർക്ക് അവിടെ ചെന്നിരുന്ന് എല്ലാം എടുത്തു കൊടുക്കുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റ് കാര്യങ്ങളും എല്ലാം ആണുള്ളത്. അപ്പോൾ ഓരോ റൂമിനും അനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ റെസ്റ്റോറൻറ്റിൽ ഏത് റൂമിൽ താമസിക്കുന്ന ആൾക്കാർക്കും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. രാവിലെ 6 മണി മുതൽ അല്ലെങ്കിൽ 7 മണി മുതൽ ഒരു 10 മണി വരെയും, പിന്നെ 11 മുതൽ അല്ലെങ്കിൽ 11:30 മുതൽ ഒരു 3 മണി വരെയും, പിന്നെ രാത്രി 7 മുതൽ അല്ലെങ്കിൽ 6 മുതൽ 10 വരെ അല്ലെങ്കിൽ 9 വരെയൊക്കെയാണ്. ഇപ്പം നമുക്ക് കാണാം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അതായത് ഇന്ത്യൻ വിഭവങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏരിയ, ഈ റെസ്റ്റോറൻറ്റിനുള്ളിലെ ഒരു ഏരിയ ആണിത്. അവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ളതെല്ലാം കാര്യമായിട്ട് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡാണ്
കാര്യമായിട്ട് ഇപ്പോൾ ഈ കപ്പലിൽ വരുന്ന ഇന്ത്യൻസ് ആണെങ്കിലും കാര്യമായിട്ട് വരുന്നത് തമിഴും നോർത്ത് ഇന്ത്യൻസും ഗുജറാത്തീസ് ഇവരൊക്കെയാണ്. പോരാത്തതിന് ഇവിടെ ചൈനീസ് ഐറ്റംസ് ഉണ്ട്. പല ടൈപ്പ് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, പാസ്ത കിട്ടുന്ന ഏരിയ. എല്ലാത്തിൻ്റെയും ഈ കിട്ടുന്ന കോർണറുടെ എല്ലാ ഫുഡ് കോർണറിൻ്റെയും ഏരിയാസിൻ്റെ മുകളിൽ ഒരു ബോർഡ് തൂക്കിയിട്ട് കാണാം. അത് നമ്മൾക്ക് വേണ്ടിയുള്ള ഐഡൻറ്റിഫിക്കേഷനാണ്. എന്ത് ഫുഡ് എടുക്കണം, ഏത് ടൈപ്പ് ഫുഡ് എടുക്കണം, അതിൻ്റെ എല്ലാം ഉണ്ട്. ഡെസേർട്സ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ എടുത്ത് കഴിക്കാം, അതിന് ഒരു ലിമിറ്റില്ല. ശരിക്കും അതും ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണല്ലോ ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കപ്പലിൻ്റെ 14ാമത്തെ ഡെക്കിലാണ്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്വിമ്മിംഗ് പൂൾ, പിന്നെ അതിന് സംബന്ധമായ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, ഒരു ആഘോഷത്തിൻ്റെ മറ്റൊരു സ്ഥലം. അതാണ് ഇവിടെ മിക്കതും നമ്മൾ കാണുന്നത്. കുട്ടികളും പലരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നീന്താനൊക്കെ തുടങ്ങിയിരിക്കുന്നു. ചിലർ അവിടെ കസേരയിൽ ഇരിക്കുന്നു, കുശലങ്ങൾ പറയുന്നു. ഇനിയും ആൾക്കാർ ഇവിടേക്ക് ഇതൊന്നും അല്ല, ആ കണ്ട ജനങ്ങൾ എല്ലാവരും ഇവിടേക്ക് എത്തേണ്ടതാണ്. എല്ലാവരും ഇവിടുന്ന് ഇനിയൊരു 5-6 ദിവസം ആഘോഷത്തിൻ്റെ പല രീതിയിലുള്ള പ്രോഗ്രാംസും പല രീതിയിലുള്ള ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലേക്കും ഒരു നിലയുണ്ട്. അതാണ് ഏറ്റവും വലിയ നില, 15ാമത്തെ നിലയാണ് അവിടെ.
ഇപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഈ 14ാമത്തെ നിലയിലൂടെ നമ്മൾ നടന്ന് അങ്ങനെ പോവുകയാണ്. നമ്മൾ ഇനിയും റൂമിലേക്ക് എത്തിയിട്ടില്ല, റൂമിൻ്റെത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും ഈ കാഴ്ചകളിലൂടെ 14ാമത്തെ നിലയിലെ കാഴ്ചകളിലൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ റൂമിലേക്ക് എത്താൻ പോവുകയാണ്. മുന്നിൽ ഇഷ്ടംപോലെ ആൾക്കാരെല്ലാവരും അവരവരുടെ റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ റൂമും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടൈപ്പാണ്. അതായത് ചിലത് സൂട്ടാണ്, ചിലത് നോർമലാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ബാൽക്കണി വ്യൂ, അതായത് പുറത്തു നിന്ന് നോക്കി അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ബാൽക്കണി പോലെ നമുക്ക് കടലും കൂടി കാണാൻ പറ്റാവുന്ന. അങ്ങനെ നമ്മളെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ റൂം. കാർഡ് വെച്ച് തുറക്കാൻ പറ്റുന്ന സാധാരണ ആ രീതിയിലുള്ള റൂം തന്നെ, പക്ഷേ ഉള്ളിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കടൽ കാഴ്ചകൾ നന്നായി കാണാം. നല്ല വൃത്തിയായി പരിപാലിച്ചു വെച്ചിരിക്കുന്ന റൂം തന്നെയാണ്. വളരെ മനോഹരമായി തന്നെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. വിശാലമായി കിടക്കുന്ന കടലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. ഈ വഴിയാണ് വന്നത്. തിരിച്ച് നമ്മൾ റൂമിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ആ 14ാമത്തെ ഡെക്കിൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടി ജനങ്ങൾ അവിടെ കൂടിയിരിക്കുന്നു. ചിലരൊക്കെ സ്വിമ്മിംഗ് പൂളിലെ നീന്തലെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ചിലരിരുന്ന് വീണ്ടും കുശലങ്ങൾ പറയുന്നു, പല കാര്യങ്ങളും പറയുന്നു. പലരും കാമുകിമാരോടൊപ്പം, ഭാര്യമാരോടൊപ്പം, അച്ഛനമ്മ ഇവരുടെ എല്ലാവരും കൂടെ, മക്കൾ ഒക്കെ ആയിട്ടാണ്, ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ഒക്കെ ആയിട്ടാണ് പലരും വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിലൂടെയൊക്കെ ഒന്ന് നടന്ന് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കുകയാണ്. എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഉള്ളത്. ഇവിടെ കുറേ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ മറ്റൊരു ബാറാണ്. ആൾക്കാർക്ക് നീന്തി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ബാറിൽ നിന്ന് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് സിംഗപ്പൂരിൻ്റെ ഒരു കാഴ്ചയാണ്. കപ്പലിൻ്റെ ഒരു ഭാഗത്തു നിന്ന് പലരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇതൊരു നല്ലൊരു മഹത്തായൊരു കാഴ്ച തന്നെയാണ്. സിംഗപ്പൂരിൻ്റെ ഒരു മുഴുവൻ കാഴ്ച നമുക്ക് കപ്പലിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കിട്ടുന്നതാണ്. ഇവിടുന്ന് നമ്മൾ ഇത് ശരിക്കും കപ്പലിൻ്റെ ഒരു ഓപ്പൺ ഡക്ക് ഏരിയ. ഇവിടുന്ന് ആൾക്കാർ പലരും മുകളിലേക്കെല്ലാം പോകുന്നു. ദൂരെ നിങ്ങൾക്കൊരു ജിറാഫിനെ കാണാം. കുട്ടികളെല്ലാം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാബ്ലോ. ശരിക്കും കപ്പലിലേക്ക് ആൾക്കാർ വരുന്നത് പല ടെൻഷൻസും അവരുടെ വർക്കിൻ്റെ പല കാര്യങ്ങളെല്ലാം ഒഴിച്ച് മാറ്റിവെച്ച് ഒരാഴ്ച ഇവിടെ വന്ന് ആഘോഷിക്കാൻ, ആഘോഷിച്ച് തിമിർക്കാൻ വേണ്ടി. അതിൻ്റെ എല്ലാം കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
സ്വിമ്മിങ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ പല ആക്ടിവിറ്റീസ്, ഇത് സ്വിമ്മിങ് മാത്രമല്ല, നമ്മളെ പല ആക്ടിവിറ്റീസും പലതും ഉണ്ട് ഈ കപ്പലിൻ്റെ ഉള്ളിൽ. വരും ദിവസങ്ങളിൽ നമുക്ക് അതെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറിയ ചെറിയ ബോട്ടുകളെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഈ കപ്പലിൻ്റെ അടുത്ത് തന്നെ ചെറിയ ബോട്ടുകളെല്ലാം വരുന്നു. ഈ വരുന്നത് ചിലപ്പോൾ ഇവിടുത്തെ മറൈൻ പോലീസിൻ്റെ ഇവിടെ വന്ന് ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇവരോട് പല ഇൻഫർമേഷൻ പറയാനും വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം. ഇവിടെ തന്നെ ഈ ബോട്ടുകൾ പലതും പ്രൈവറ്റ് ആയിരിക്കും. ആൾക്കാർക്ക് സ്വന്തമായി ട്രാവൽ ചെയ്യാനും അതിൻ്റെ ഉള്ളിൽ താമസിക്കാനും ഒക്കെ പറ്റുന്ന പ്രൈവറ്റ് ബോട്ടുകൾ. ഇപ്പോഴും നമ്മൾ നമ്മുടെ യാത്ര ഈ രാവിലെ ജോഗിങ്ങിനുള്ള ട്രാക്കിൻ്റെ ഇതിലൂടെ നമ്മൾ തുടരുകയാണ്. ആഘോഷിക്കാനുള്ളൊരു മറ്റൊരു സ്ഥലം അല്ലെങ്കിൽ ആഘോഷത്തിനൊരു അതിരില്ലാത്ത സ്ഥലം അതെല്ലാമാണ് റോയൽ കരീബിയൻ ക്രൂസ്. റോയൽ കരീബിയൻ ക്രൂസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ പാസ്പോർട്ട് റോയൽ കരീബിയൻ ക്രൂസിൻ്റെ അധികൃതർക്ക് കൊടുക്കണം. എന്നാണോ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അന്നാണ് നമുക്ക് ഈ പാസ്പോർട്ട് കിട്ടുക. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വേറെ പല കാഴ്ചകളും ആൾക്കാരുടെ ഉല്ലാസ ആക്ടിവിറ്റീസ്, ഉല്ലാസപരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുട്ടി ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെതിരെ നീങ്ങുന്നു. നല്ലൊരു രസകരമായൊരു അനുഭവം കാഴ്ച. അതിൻ്റെ ട്രെയിനർ ഇതാണ് അവിടുത്തെ ട്രെയിനർ. എല്ലാത്തിനും അതിൻ്റെതായ ട്രെയിനേഴ്സ് ഉണ്ടാവും. ആ ട്രെയിനേഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് നല്ല ചെയ്യുന്നത്. ഈവൻ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഒരു ട്രെയിനർ ഉണ്ടാവും. അപ്പോൾ വളരെ സേഫാണ്. ആർക്കും വെള്ളത്തിൽ ഇറങ്ങിയിട്ടോ എന്ത് വേണമെങ്കിൽ കഴിക്കാം. ആൾക്കാർക്ക് സേഫായിട്ട് തന്നെ അവിടെ നിന്ന് എന്തും ചെയ്യാൻ പറ്റും. കാരണം അതിന് അനുയോജ്യമായ ഒരു ട്രെയിനർ അതിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകും. ഇപ്പം നമ്മൾ കാണുന്നത് ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിനെതിരെ ഒരു രസകരമായൊരു ആക്ടിവിറ്റിയാണത്. വെള്ളത്തിൻ്റെ ഫോഴ്സിനെതിരെ ഒരു ബോർഡിലിരുന്നിട്ട് കുട്ടി ചെയ്യുന്ന സാഹസ കാര്യങ്ങളാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് ഒരു കാഴ്ച. അതായത് സീറോ ഗ്രാവിറ്റി എന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം. അതേപോലത്തുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ എയറിലേക്ക് ഇങ്ങനെ പറക്കുന്ന പോലെ. ഇതാണ് ട്രെയിനറിൻ്റെ കഴിവുകൾ അവിടെ എല്ലാവരുടെ കാണിച്ചു കൊടുക്കുന്നു. നല്ല രസകരമായിട്ട് വെള്ളമെല്ലാം ചീറ്റിച്ചുകൊണ്ട് ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന കപ്പലിൻ്റെ ഉള്ളിലെ കാസിനോയിലാണ്. കാസിനോ റോയൽ എന്ന പേരുള്ള ഒരു കാസിനോ. ഇവിടെ വരാം, പണമിടാം, കളിക്കാം, പണം വാരാം, പലർക്കും പണം പോകും. ഒരു കാസിനോൻ്റെ ശരിക്കും നല്ലൊരു ആംബിയൻസും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം. ഇപ്പോഴും ഇവിടെ ഒരു അതിശയമായിരിക്കുന്നത് ഇതെല്ലാം ഒരു കപ്പലിൻ്റെ ഉള്ളിലാണെന്നാണ് ഇന്നിപ്പോഴും ആലോചിക്കേണ്ടത്. ഒരു ബിൽഡിങ്ങോ ഒന്നുമല്ല.
ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാർക്ക് വന്നിരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സോഫാസും മറ്റതും എല്ലാം ആണ്. നന്നായി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു 15 നിലയുള്ള കപ്പൽ. ആഡംബരമായി എല്ലാവർക്കും പോകാൻ, എല്ലാവർക്കും ഒരാഴ്ച ഉല്ലസിക്കാനുള്ള കപ്പൽ. നമ്മുടെ ഈ കപ്പൽ അലാസ്ക പോലെയുള്ള അമേരിക്കയിലെ ഏരിയയിലേക്കും പോകുന്നുണ്ട്. 10-20 ദിവസത്തിൻ്റെ നീണ്ട യാത്രയിലൂടെ അലാസ്ക വരെ പോകുന്ന റോയൽ കരീബിയൻ ക്രൂസും കൂടിയാണ്. പക്ഷേ ഈ നമ്മൾ കയറിയിരിക്കുന്ന കപ്പൽ പോകുന്നത് മലേഷ്യ, തായ്ലാൻഡ്, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് എത്തും, സിംഗപ്പൂരിലേക്ക് തന്നെ എത്തും. 1-ാം തീയതി സിംഗപ്പൂരിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ നമ്മളിതാ വീണ്ടും വേറൊരു ഏരിയയിലേക്ക് എത്തിക്കുന്നു. ഇവിടെ പല സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് നടന്ന് കാണാൻ തന്നെ ഇഷ്ടം പോലെ, എത്ര ഒരാഴ്ച മുഴുവൻ നടന്ന് കണ്ടാലും മതിവരാത്ത രീതിയിലുള്ള അലങ്കാരവും മറ്റു രീതിയിലുമായിട്ടാണ് ഈ കപ്പൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ദൂരെ നിന്ന് ചെറുതായ ഒരു സംഗീതം കേൾക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വളരെ രസകരമായൊരു കാഴ്ചയിലേക്കാണ്. അതായത് ഇവിടെ മദ്യം എടുത്തു കൊടുക്കുന്നത് മനുഷ്യരല്ല, ഈ റോബോട്ടാണ്. പല ടൈപ്പ് മദ്യം മുകളിൽ തല കീഴാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൽ നിന്നും റോബോട്ട് ആൾക്കാർക്ക് വേണ്ടത് എടുത്തു കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിന് വേണ്ടത് അവിടുത്തെ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ പോയിട്ട് നമ്മൾ എന്താണോ വേണ്ടത്, ഏത് സാധനമാണോ അല്ലെങ്കിൽ ഏത് മദ്യമാണോ വേണ്ടത്, ആ മദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബോട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ട്, അതായത് ഇവിടെ തന്നെയുള്ള ഈ റോബോട്ടിൻ്റെ ഒരു കൈ പോലുള്ള റോബോട്ട്, അത് വന്ന് ഇതിങ്ങനെ ഓരോ ഗ്ലാസ്സിലേക്കും ഒക്കെയായി ഒഴിച്ച് പലർക്കും കൊടുക്കുന്നു. ആ കാഴ്ച നല്ല രസമാണ്. ഒരു 2 കണ്ണൊക്കെ മുന്നിൽ വെച്ച് ഉള്ളൊരു റോബോട്ടിക് രീതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പൈസ ഇട്ട് അതിൽ നിന്ന് സാധനപ്പോൾ എല്ലാം നമുക്ക് കിട്ടുമല്ലോ, അതിൻ്റെ വേറൊരു രീതി. അതാണ് അവിടെ നമ്മൾ കണ്ടത്. ഇപ്പോൾ എത്തുന്ന വേറൊരു മ്യൂസിക് കോൺസെർട്ടിലേക്കാണ്. വേറൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, റൂം താരിഫിനനുസരിച്ചുള്ള പല ടൈപ്പ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് അമേരിക്കൻ ഐക്കൺ ഗ്രിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റ്, അതായത് എൻ്റെ ഡിന്നർ ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് രാത്രിയിലെ ഡിന്നർ. ഇവിടെ അലാക്കാട്ടെ, അതായത് നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. അവരൊരു മെനു തരും, നമുക്ക് ചൂസ് ചെയ്യാം. ആൾ വന്ന് നമുക്ക് കൊണ്ടുതരും. നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിൽ ബുഫേ സിസ്റ്റമാണ്, നമ്മൾ തന്നെ പോയിട്ട് എടുക്കണം. പക്ഷേ വലിയൊരു റെസ്റ്റോറൻറ്റും വലിയ ഫുഡ് സിസ്റ്റം ഒക്കെയാണ്. ഇവിടെ ആൾക്കാർ നമുക്ക് കൊണ്ടുതരും.
അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നമ്മളങ്ങനെ ഡിന്നർ കഴിച്ച് താഴേക്ക് എത്തുമ്പോഴുള്ള കാഴ്ച ഒരു ഷോപ്പിങ്ങിൻ്റെ ഏരിയയിലേക്ക് എത്തിയ പോലെയാണ്. നമ്മൾ തെരുവിലെല്ലാം 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വിൽക്കുന്ന രീതിയിലുള്ളൊരു ഷോപ്പിംഗ്, ഒരു ഓപ്പൺ ഷോപ്പ്. ആൾക്കാർ പലരും വന്ന് പലതും വാങ്ങുന്നു, ചിലർ പൈസ അതിൻ്റെ ചോദിക്കുന്നു. എല്ലാം ഇവിടെ USDയിലാണ്, അമേരിക്കൻ ഡോളറിലാണ് ഇവിടെ എല്ലാം വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള പ്രൊഡക്ട്സാണ് ഇവിടെ. ഞങ്ങൾ നോക്കുക, ജനത്തിരക്കാണ് ഇവിടെ, ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. ഇത് ചെറിയൊരു മദ്യത്തിൻ്റെ വേറൊരു ഏരിയയാണ്. കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുപോകാം, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. പല ടൈപ്പുള്ള മദ്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലൂടെ നടന്ന് നമ്മൾ അടുത്ത് പോകുന്നത് ഇതാ ഒരു കോൺസേർട്ടിലേക്കാണ്. Hey Gary, good to have you back. He said he was a painter seeking inspiration, a muse, if you will, and looking for a place to paint. So I agreed to let him use the club.
പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രഭാതം നമ്മളിങ്ങനെ നടന്ന് പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ഇവിടെ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക്, അതായത് ഡെക്കിൻ്റെ, അതായത് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അതും ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നെല്ലാം എല്ലാ റെസ്റ്റോറൻറ്റിൽ നിന്നും ഇൻവിറ്റേഷൻസ് വരും. റൂമിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് ഇന്ന റെസ്റ്റോറൻറ്റിൽ പോയാൽ നിങ്ങൾക്ക് നാലാക്കാട്ടെ എന്താ പറയുക, ബുഫേ അല്ല, നമ്മൾ നേരത്തെ രാവിലെ, അതായത് ആദ്യമായി കണ്ട ബഹുത്തരായുള്ള ആ റെസ്റ്റോറൻറ്റ് ബുഫേ അല്ലാതെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ നിന്നുള്ള ഇൻവിറ്റേഷൻ കാർഡ് വന്നാൽ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം. ഇവിടെയും പല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൾക്കാർക്ക് ആഘോഷിക്കാനുള്ളൊരു ഭക്ഷണശാല ആണ്. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. വീണ്ടും നമ്മുടെ കപ്പലിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് വീണ്ടും പോവുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക്, അതായത് വലിയ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ, ബുഫേ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ അവിടെ ചെയറിലിരുന്ന കുട്ടികളൊപ്പം ഡാൻസ് കളിക്കുന്നു. ഒരു ഹായ് ഒക്കെ പറയണം നമ്മൾ ക്യാമറയിലേക്ക്. ക്രിസ്മസ് അപ്പൂപ്പൻ, ചെറിയ ചെറിയ കുട്ടികളെ വരെ കൊണ്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഈ കപ്പലിൻ്റെ ഉള്ളിൽ. ഇതെല്ലാമാണ് പ്രഭാത ഭക്ഷണം. വീണ്ടും നമ്മൾ കപ്പലിൻ്റെ ഉള്ളിലെ വേറൊരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ട ആംഫി തിയേറ്റർ മാത്രമല്ല, ഇവിടെ പല സ്ഥലത്തും ഉണ്ട്, പല പ്രോഗ്രാംസും പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ റോയൽ കരീബിയൻ ക്രൂസ് എന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് വേണമെങ്കിൽ ഇവിടുത്തെ ഓരോ പ്രോഗ്രാംസും നമുക്ക് നോക്കാം. അതല്ലാണ്ട് അവർ വേറൊരു മെനു അല്ല, ഒരു കാർഡിൽ അവർ ഇതെല്ലാം ഏതൊക്കെ പ്രോഗ്രാംസ് എന്നൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ വേറൊരു ഇൻഫർമേഷൻ കൂടി നമുക്ക് തരും.
അതിനനുസരിച്ച് നമ്മൾ ഓരോ പ്രോഗ്രാം പോയാൽ മതി. ഒരേ സമയം തന്നെ 2-3 പ്രോഗ്രാംസും അതിൻ്റെ കൂടെ തന്നെ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് അനുസരിച്ച് വേണം, നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് പോകണം. എല്ലാം കൂടി ഒരേ സമയം ചിലപ്പോൾ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇൻ്റർനെറ്റിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഒരു ഓരോ ഡിവൈസിനനുസരിച്ചാണ് അതിൻ്റെ പൈസ വരുന്നത്. ഒരു ഡിവൈസിന് എന്തായാലും ഞാൻ കൊടുത്തത് ഒരു $100 താഴെയാണ്. പക്ഷേ ഓരോ ഡിവൈസിനും അതിൻ്റേതായ ചാർജസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് വേറൊരു ഷോപ്പിങ്ങിൻ്റെ വേറൊരു ഏരിയയിലാണ്. ഇവിടെ പല വാച്ചും കാര്യങ്ങളെല്ലാം വിൽക്കുന്നു. നെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 ഫോൺ ഉണ്ടെങ്കിൽ 3 ഫോണിനും സെപ്പറേറ്റ് നെറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഒരു ഫോണിന് മാത്രം നെറ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ വൈഫൈ വഴിയോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും മറ്റുള്ള ഫോണിലേക്ക്. ഇവിടെ ഒരു ഫാമിലി തന്നെ ഒരു ഗണ്ണിൻ്റെ അത് പിടിച്ചിട്ട് നിൽക്കുന്നു. അവർ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഗെയിമിലേക്കാണ്, അത് കഴിഞ്ഞിറങ്ങുന്നതാണ്. ഇതൊരു ഗെയിം ഏരിയയാണ്, ഒക്കെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള. നമ്മൾ അതിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ വേറൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അഭ്യാസപരമായിട്ട് ആൾക്കാർ ഈ റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ വേറൊരു രൂപം. ആൾക്കാർക്ക് ഈ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കല്ലിന് പോലെയുള്ള അതിലൂടെ ചവിട്ടി മുകളിൽ കയറി ആ ബെല്ലിൽ ടച്ച് ചെയ്യുക, അതാണ് ഇതിൻ്റെ ടാർഗറ്റ്. അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി അവർക്ക് പിന്നിലൊരു കെട്ടും കെട്ടിയിട്ടുണ്ട്. അവർ വീണാലും അവർക്കൊന്നും പറ്റില്ല. ഇവിടെ നമ്മൾ കാണുന്നത് സീറോ ഗ്രാവിറ്റി പോലൊരു പരിപാടിയാണ്. ആൾക്കാർക്ക് ആ സിലിണ്ടറിക്കൽ ഇതിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്കും താഴേക്കും എല്ലാം ഇങ്ങനെ പറക്കാവുന്ന രീതിയിൽ ഒരു സൂപ്പർമാനെയൊക്കെ പോലെ നമുക്ക് ഇങ്ങനെ പറക്കാൻ പറ്റും. ഇതവിടുത്തെ ട്രെയിനറാണെന്ന് തോന്നുന്നു, അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും. വളരെ രസകരമായൊരു ആക്ടിവിറ്റിയാണ് അത്, കണ്ടിരിക്കാൻ നമുക്ക് നല്ല രസമാണ്. അങ്ങനെ ഇവിടെ മറ്റൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും നല്ല അവിടെ ഇരിക്കുന്ന സ്ത്രീകളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അതായത് ആ നിൽക്കുന്ന ആൾക്കാരിൽ ആർക്കാണോ ഏറ്റവും നന്നായി അവിടെ ഇരിക്കുന്ന 3 സ്ത്രീകളുണ്ട്. അവരെ എൻ്റർടൈൻ ചെയ്ത് അവരുടെ കയ്യിൽ മാക്സിമം പോയിൻ്റ് മേടിച്ച് ഫസ്റ്റ് പ്രൈസ് ആരാണോ നേടുന്നത് എന്നൊരു കോമ്പറ്റീഷൻ. അതായത് അവർ ഇരിക്കുന്ന ആൾക്കാരെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചും എല്ലാം ചെയ്ത് ബോയ്സിലും ബോഡിയെല്ലാം കാണിച്ച് ആർക്കാണോ ഏറ്റവും അധികം അവർക്ക് ഇമ്പ്രസ് ആവുന്നത് അവർ തിരഞ്ഞെടുക്കും. അവരാണ് ജഡ്ജസ്. അതിൽ ഒരാൾ ഫസ്റ്റ് ആവും. അതാണ് ഇവിടുത്തെ ഒരു കോമ്പറ്റീഷൻ. രസകരമായൊരു കോമ്പറ്റീഷനാണത്. അങ്ങനെ നമ്മളിവിടെ മലേഷ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. പെനാങ്ങിൽ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത്. കപ്പലിവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ കപ്പലെടുക്കും. ഇവിടുന്ന് നേരെ ഇനി പോകുന്നത് തായ്ലൻഡിലേക്കാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കപ്പലിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു വസ്തു, അതായത് ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും പതുക്കെ ഇങ്ങനെ വരും. അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ
ഈ കാണുന്ന കാഴ്ചകളെല്ലാം ആകാശത്ത് നിന്ന് കാണാം. അതെല്ലാവർക്കും ഫ്രീ ആണ്, അതിൽ കയറിയിട്ട് കാണാം. ഞാനും അതിൽ കയറി. നല്ലൊരു കാഴ്ചയായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രഗ്നൻറ്റ് വുമണിനെ പോലത്തെ ഒരു മലയെല്ലാം കിടക്കുന്നത് കാണാം. ഇതെല്ലാമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച. ആൾക്കാർ കപ്പലുകളെല്ലാം ചെറിയ ചെറിയ ബോട്ടുകളിൽ കയറി അപ്പുറത്തേക്കും ഒക്കെ പോകുന്നു. ചിലർ പല ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നു. ഇത് ഒരു ബൈക്ക് പോലെ, വാട്ടർ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൾക്കാർ ഇതിലൂടെ എല്ലാം ഉല്ലാസത്തിന് വേണ്ടി വരുന്നു. വീണ്ടും നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പലരും കൈയടിച്ചും ആഘോഷിച്ചുമൊക്കെ ആൾക്കാർ വരവേൽക്കുന്നു. ഇത് ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. കപ്പലിൻ്റെ വൈകുന്നേരത്തെ ഒരു കാഴ്ച. നല്ല സൺസെറ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നൊരു ഏരിയ. ഇന്ന് നമ്മൾ ഇവിടുന്ന് പെനാങ്ങിൽ നിന്ന് പോവുകയാണ് നേരെ തായ്ലൻഡിലേക്ക്. ഈ റെസ്റ്റോറൻറ്റ്, അതായത് ഈ കപ്പലിൽ 10-11 മലയാളികളും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ചിലരൊക്കെയായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അപ്പം അങ്ങനെയാണ് ഇവിടെ ഈ മലയാളികൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന മറ്റൊരു സ്ഥലത്തെ ഒരു കോൺസേർട്ടിലാണ്.
need an apprentice to come here to learn a magic trick from me. Is there any kid volunteer? A magic gesture like this, just like you are Harry Potter. Take down the nuts and show everyone. Show everyone. Oh! Niall, this time I want you to pull the nuts. Cut it out yourself. Pull hard. And then give a magic gesture. And take down the nut. Show everyone. And this is a shovel. You check it. And now there is a cloth. You examine, make sure there are no rabbits, no elephants in the fabric. Okay. I want you to hold the corner, please. And hold the corner. And can you hold another corner? Hold the corner. And you too. You hold the corner. Okay. And make it flat. Make it flat. Make it flat. I think you have to go this way. Please. Here? Come here. Come here. Come here. Come here. Oh, make it flat. Now I want everyone to examine the rice. You check it. And throw it in the middle after you check it. Throw it. Just throw it. Throw it. Perfect. And we don't need it. In a moment, I'm going to make a magic spell. And you're going to think a blessing to everyone. You can say Happy New Year or good luck or good health. Okay? And I'm going to... Yes. Yes. Correct. Correct. Yes. Yes. Come on. Straight on. Straight on. Yes. Lower a little bit. Yes. And may I help you? Put it there. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം പിസ്സ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഈ കപ്പലിൽ ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരിതാണ്. എത്ര വേണമെങ്കിൽ പിസ്സ കഴിക്കാം. ഇവിടെ പോരാത്തതിന് ലെമണേഡ് ഉണ്ട്, അത് എത്ര വേണമെങ്കിൽ കുടിക്കാം. പക്ഷേ 7up, മിറിണ്ട അങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം ഒരു ആഴ്ച, അതായത് ഒരാഴ്ചത്തേക്ക് ഒരു ദിവസം $15 പ്ലസ് ടാക്സ് വരും. നിയർലി ഒരു $80-85 വരും. അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഇവിടെ വന്ന് ഈ കേക്ക് കാര്യങ്ങൾ, പാസ്ട്രീസ്, ചായ, കാപ്പി അതൊക്കെ എത്ര വേണമെങ്കിലും കുടിക്കാം. ലൈമൊക്കെ എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് നമ്മളിപ്പം തായ്ലൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഉള്ളിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവർ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഡെക്കറേഷനിലാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ന്യൂ ഇയർ ആവാൻ വേണ്ടി ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും, ഇവിടെ ചെറിയൊരു ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന, അതായത് കുറച്ച് ആൾക്കാർ ഫാമിലി ആയിട്ടായിരിക്കാം അവരിരുന്ന് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് പോകുന്നു. ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ന്യൂ ഇയറിൻ്റെ ബലൂൺസ് എല്ലാം തൂക്കിയിട്ട് ആൾക്കാർ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇവിടെ വീണ്ടും റോബോട്ടിക് ആൽക്കഹോൾ പരിപാടി, അതായത് റോബോട്ട് ഇരുന്ന് ആൽക്കഹോൾ എടുത്ത് കൊടുക്കുന്ന ഇത് കാണാൻ തന്നെ ആൾക്കാരവിടെ ഉണ്ട്. വളരെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഷിപ്പിൻ്റെ ഉള്ളിൽ, കപ്പലിൻ്റെ ഉള്ളിൽ. ഓരോ സ്ഥലത്തിരുന്ന് പലരും പാട്ടെല്ലാം പാടുന്നു, പല കോൺസേർട്ട്സൊക്കെ നടക്കുന്നു. ബാറുകളിലാണ് അധികം ആൾക്കാർ ഇവിടെ കാണുന്നത്.
nice and simple. I used to be a personal trainer for 8 years, so I think, you know what makes a game show more intense? Let's put a bit of fitness into it. 1, go! അങ്ങനെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി ആൾക്കാർ പാട്ടെല്ലാം ഇവിടെ സെറ്റാക്കി ഇവിടുന്ന് ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളിലൊക്കെ എല്ലാം പോവുകയാണ്. ബലൂണെല്ലാം കാണാം. വളരെ അടിപൊളിയായി ഇവിടെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഇന്നലത്തെ ആഘോഷമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ ഞാൻ എണീറ്റ് ബാൽക്കണിയിൽ ചെന്ന് നിന്ന് കപ്പലിൻ്റെ ഈ യാത്രയെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. ഇന്ന് നമ്മൾ അവസാനത്തെ ദിവസത്താണ് ഈ കപ്പലിൽ ഇരിക്കുന്നത്. അവസാനത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ് നാളെ രാവിലെ പുലർച്ചെ ഇത് കപ്പൽ സിംഗപ്പൂരിൽ എത്തും. ഇവിടെ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ ആഘോഷമാണ് ന്യൂ ഇയറിൻ്റെ. റെസ്റ്റോറൻറ്റിലുള്ളൊരു ജീവനക്കാരൻ കുട്ടികൾക്ക് വേണ്ടി ബലൂണിൻ്റെ
പല ആകൃതിയിലുള്ള ജീവികളെയും പലതും ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ. അതേപോലെ തന്നെ അവിടേക്ക് സാധനങ്ങളും മറ്റൊക്കെ ഒരു മാർക്കറ്റ് പോലെ സ്ട്രീറ്റ് പോലെ തന്നെ ആയി. ഇവിടെ ആഘോഷരാവ് 2025 ബലൂണെല്ലാം തൂക്കിയിട്ട്. ഹലോ ഗൈസ്, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞപ്പം സിംഗപ്പൂർ അറൈവൽ കാർഡ് ഉള്ളത് ഏത് രാജ്യക്കാരനാണെങ്കിലും ആ ഫില്ല് ചെയ്യണം. എയർപോർട്ടിൽ നിന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ കപ്പൽ യാത്ര നീ നടത്തുകയാണെങ്കിൽ ഈ കപ്പൽ പോകുന്നത് മലേഷ്യ, തായ്ലൻഡ്, അതായത് പെനാങ്, ഫുക്കറ്റിലാണ് ഇപ്പോൾ ഇവിടെ പോയത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും രണ്ടാമതും ഈ ഫോം ഫില്ല് ചെയ്യണം. അത് ഓൺലൈനായിട്ടാണ്. ജസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ടും എവിടെ പോയി, ഇനി എത്ര ദിവസം നിങ്ങൾ സിംഗപ്പൂർ സ്റ്റേ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. കാരണം ക്രൂസിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ പാസ്പോർട്ട് അവിടെ അവർ വാങ്ങിച്ചു വയ്ക്കും. ക്രൂസിലെ എല്ലാ യാത്രയും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് ഒരു പാസ്പോർട്ട് തരിക. അപ്പോൾ ആ പാസ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഈ അറൈവൽ കാർഡ് ഒന്നും കൂടി ഓൺലൈനിൽ ഫില്ല് ചെയ്യണം. അത് എയർപോർട്ടിൽ ഫില്ല് ചെയ്താലും ഇവിടുന്ന് ഒന്നുകൂടി ഫില്ല് ചെയ്യണം. കാരണം നമ്മൾ വേറെ രാജ്യത്ത് പോയിട്ടാണ് തിരിച്ചിങ്ങോട്ട് കയറുന്നത്. അതുകൊണ്ടാണ് ഒരു റീകൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ. വീണ്ടും ഇവിടെ ലാസ്റ്റ് ദിവസത്തെ ഒരു കോൺസേർട്ടും കൂടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. What are you doing? Oh, I forgot we have a game. Knees! Ankle! What's the ankle? Back. Behind. മറ്റൊരിടത്ത് നോക്കുമ്പോൾ അവിടെ രസകരമായ വേറൊരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവസാനത്തെ ദിവസത്തെ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. Ears. Nose. Come! Alright, go back to your line. Go back to your line. Which team do we have? We got 1, 2.
ഇന്ന് രാത്രിയിലെ ഡിന്നറിൻ്റെ വിഭവമാണിത്. നമ്മുടെ ബുഫേ റെസ്റ്റോറൻ്റ് അല്ല, അലാക്കാട്ടിൻ്റെ അവിടെ പോയി നമ്മൾ ഇരുന്ന് ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കുന്നതാണ്. ഇവിടെ വെച്ചു ഞാനൊരു മലയാളി പയ്യനെ പരിചയപ്പെട്ടിരുന്നു. വളരെ രുചികരമായ ഭക്ഷണം തന്നെയായിരുന്നു അത്. അതിനുശേഷം ഒരു ഡെസേർട്ടും. വീണ്ടും നമ്മൾ കപ്പലിൻ്റെ മറ്റൊരു ഭാഗത്തെത്തുമ്പോൾ അവസാനത്തെ ഒരു പർച്ചേസും കാര്യങ്ങളായ ആൾക്കാർ ഇവിടുത്തെ ഷോപ്പുകളിൽ എത്തിയിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് കോൺസേർട്ടും ഗെയിമും ഇതൊക്കെയായിട്ട് അവിടെ ആൾക്കാർ, അതായത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഒരു ലിറിക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിനനുസരിച്ച് അവിടുന്ന് ആൾക്കാർ പാട്ട് പാടുകയാണ്. അവസാനത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബുഫേ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ കപ്പൽ യാത്രയിൽ പെനാങ്ങിലും ഫുക്കറ്റിലും ഇറങ്ങിയിട്ടില്ല. ഞാൻ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അവസാന ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ എത്തുമ്പോൾ ഇഡ്ഡലി ദോശയെല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലൈവായിട്ട് ദോശ ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥലമാണ്.